ചന്ദന നമ്മുടെ കൊല്ലത്തു നിന്നാണ്. കൊല്ലത്ത് ചവറയാണ് ചന്ദന സ്ഥലം. അപ്പോൾ ചന്ദന നമ്മുടെ കൊല്ലം ഓഫീസ് വഴി അഡ്മിഷൻ എടുത്താണ്. ഇപ്പോൾ കറണ്ടിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലാണ്. സോ ചന്ദന 4 ദിവസമായി എത്തിയിട്ട് എങ്ങനെയുണ്ട് ചന്ദന കോളേജ്? ഇന്നാണല്ലേ ക്യാമ്പസ് കാണാനായിട്ട് വരുന്നത്. ക്യാമ്പസ് കണ്ട് എങ്ങനെയുണ്ട്? ക്യാമ്പസ് നല്ല ആംബിയൻസ് ആണ്, പീസ്ഫുൾ ആണ്. ലൈക്ക് ഇവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളൊരു അറ്റ്മോസ്ഫിയർ നല്ലതായിട്ടുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ലൈക്ക് ഇന്ത്യൻ പ്രൈവറ്റ് കോളേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഈവൻ ഗവൺമെൻറ് കോളേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത് ഭയങ്കര എന്താ പറയുക ടോപ്പ് റേറ്റിലായിട്ട് നിൽക്കും. സോ ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒരു ക്ലാസ് റൂംസോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പോൾ ക്ലാസ് റൂംസ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം എല്ലാ ഗവൺമെൻറ് കോളേജസിനും നല്ലതായിരിക്കും. ബിക്കോസ് ഇപ്പോൾ ഫർഗാന എന്ന് പറയുന്നത് ഉസ്ബെക്കിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് റൂംസ് അങ്ങനത്തെ ഫെസിലിറ്റീസ് ദെൻ ക്ലിനിക്കൽസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നോർമലി എന്തായാലും ഉണ്ടാവും, ശരിയല്ലേ? സോ ഇവിടെയുള്ള ബാക്കിയുള്ള ഒരു അഡീഷണൽ ഫെസിലിറ്റിയെ കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? പിന്നല്ലാണ്ട് ഇത് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ ടു ബി ഓണസ്റ്റ് എന്താ പറയുക, ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻ്റർനാഷണൽ ഫീലാണ് ഇവിടെ വരുന്നത്. പിന്നെ ലൈക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനായാലും ഈവൻ ഹോസ്റ്റലിലായാലും കോളേജസിലായാലും ലൈക്ക് ഒരേപോലെ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോസ്റ്റലിരിക്കുന്നത് 9th ബേസിലാണ്. നമ്മൾ നിൽക്കുന്നത് മെയിൻ ക്യാമ്പസിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ നടക്കാനായിട്ട് പോകുന്നത് 9th ബേസിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പം നിൽക്കുന്ന ഹോസ്റ്റലിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ക്യാമ്പസിനകത്താണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ മാക്സിമം ക്ലാസ്സസ് വരാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ക്ലാസ്സസൊക്കെയാണ് ഇവിടെ ആയിട്ട് വരാനായിട്ട് പോകുന്നത്. സോ ഇപ്പം ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്റ്റൽ ചെയ്യുന്നതുകൊണ്ട്? നമുക്ക് ടൈം ഭയങ്കരമായിട്ട് സേവ് ചെയ്യാം. ഈ ട്രാവൽ ചെയ്യേണ്ട എക്സ്പെൻസും പിന്നെ നമ്മുടെ ക്യാബിലാണെങ്കിലും നമ്മൾ ആ എക്സ്പെൻസ് പിന്നെ ടൈം നമ്മൾ പഠിക്കേണ്ട ടൈം അതൊക്കെ ലൈക്ക് നമുക്ക് ഒരുപാട് സേവ് ചെയ്യാം. കാരണം മെയിൻ ക്യാമ്പസിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ലൈക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് നമ്മുടെ മറ്റേ ക്യാമ്പസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ഹെൽപ്ഫുൾ. പിന്നെ ചന്ദന, പിന്നെ ഇവിടുത്തെ ഡോളറൊക്കെ മാറ്റിയായിരുന്നു? ഡോളർ മാറ്റിയായിരുന്നു. എന്തൊരു സാധനമൊക്കെ മേടിച്ചോ? വാങ്ങി. നമുക്ക് ഹോസ്റ്റലിൽ കപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടായി. സോ പിന്നെ സെൽഫ് കുക്ക് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയിട്ടുണ്ടായി. എങ്ങനെയുണ്ട് അപ്പോൾ ഒരു എക്സ്പെൻസ് എങ്ങനെയാണ് സാധനം മേടിച്ചപ്പോൾ? എക്സ്പെൻസ് ഒക്കെ ഇന്ത്യയുടെ അതേമാതിരി ചീപ്പാണ്, അത്യാവശ്യം ചീപ്പ് തന്നെയാണ്. ഇന്ത്യക്കാൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ കുറച്ചാണ് തോന്നുന്നത്? ഇന്ത്യക്കാൾ ചില സാധനങ്ങൾക്ക് ഇന്ത്യക്കാളും കുറച്ചും, ചില സാധനങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്കാളും കൂടുതലാണ്. ഒരു ആവറേജ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് നമ്മുടെ സെയിം തന്നെയാണ്. ഇന്ത്യയുടെ എക്സ്പെൻസ് തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ പാരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? അച്ഛൻ്റെ ബിസിനസ്സാണ്, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ വേറെ വീട്ടിലായിരിക്കാണ് ചേട്ടനുണ്ട്, എഞ്ചിനീയറിംഗ് 4th year പഠിച്ചിട്ടാണ്. ഓക്കെ, സോ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് അച്ഛനെയും അമ്മയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു ഹോം സിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഭയങ്കരമായിട്ട്? മിസ് ചെയ്യും. പേരൻസ് ആണ്, ചേട്ടനെയാണെങ്കിലും വീട്ടുകാരൊക്കെ മിസ് ചെയ്യും. പക്ഷേ ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഹോസ്റ്റലിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് ഫീൽ ചെയ്ത അത്രയും ഹോം സിക്നെസ് ഇവിടെ ഫീൽ ചെയ്യണില്ല. സ്റ്റിൽ ഇത്രയും ദൂരം അന്ന് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് കോഴിക്കോടേക്ക് ട്രാവൽ ചെയ്തിട്ടാണ്. അത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടുന്ന് അതിന് വേറൊരു കൺട്രിയിലേക്കാണ് വന്നത്. സ്റ്റിൽ അത്രയും ഹോം സിക്നെസ് ഫീൽ ചെയ്യണില്ല. മേ ബി ഇവിടുത്തെ ആൾക്കാർ ലൈക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ വേഗം കംഫർട്ടബിളായി. 4 days ആയിട്ടുള്ളൂ. ഈവൻ സാറാണെങ്കിലും എല്ലാവരുമായിട്ടും കംഫർട്ടബിൾ ആണ്, ഓക്കെയാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു നിങ്ങളുടെ ഈ എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ അടച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും എന്തായാലും, ശരിയല്ലേ? ബിക്കോസ് അവർ നിങ്ങളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാനോ ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ, ശരിയല്ലോ? ഇവിടെ എന്ന് പറയുമ്പോൾ കുറേ ആൾക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട്, സീനിയേഴ്സിനെ കാണാൻ പറ്റുന്നത്. അങ്ങനെയുണ്ട് സീനിയേഴ്സിനെയൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സീനിയേഴ്സൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്, ഹെൽപ്ഫുൾ ആണ്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ വന്ന് ലൈക്ക് നമ്മളെല്ലാവരും പരിചയപ്പെട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലൈക്ക് നമുക്ക് ഞാൻ ബാക്കി കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായില്ല, അത് തന്നതും അവരാണ്, ഹെൽപ്പ് ചെയ്തതും ഒക്കെ അവരാണ്. അതുകൊണ്ടായിരിക്കും ഹോം സിക്നസ് ഫീൽ ചെയ്യാത്തത്. വേറെ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഒരു ഓവറോൾ എന്താ പറയാനുള്ളത് ഒരു ക്യാമ്പസിൽ? ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. സോ നമ്മുടെ നാട്ടിൽ നിന്ന് രോഹിത് സാറുണ്ട്, അറിയാമല്ലോ, നിങ്ങളുടെ അനാട്ടമി പഠിപ്പിക്കുന്ന രോഹിത് സാറാണ്. സാർ എത്തിയിട്ടില്ല, എനിക്ക് തോന്നുന്നു സാർ ഒരു 1 വീക്കിനുള്ളിൽ സാർ എത്തും. സോ അപ്പോൾ എന്തായാലും നമുക്കൊരു മലയാളി സ്റ്റാഫുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഓൾറെഡി നമ്മുടെ പിന്നെ സുധീർ സാറുണ്ട്. പിന്നെ നിങ്ങൾ റോളി മിസ്സിനെ കണ്ടായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ മെഡിക്കൽ ബയോളജി
കണ്ടിട്ടില്ല റോളി മാഡത്തിന്? സോ റോളി മാഡം ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫ്ലോറിൽ നിന്ന് വേറെ ഫ്ലോറിലായിരിക്കും. സോ എന്തായാലും ഞാൻ ഇന്ന് റോളിങ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തരാം. നമ്മൾ ടൂട്ടറിന് കണ്ടായിരുന്നു. ഓക്കെ. സോ അപ്പോൾ അങ്ങനെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഓവറോൾ എക്സ്പീരിയൻസ് സാറ്റിസ്ഫൈഡ് ആണ്. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.